നമസ്കാരം. നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇതൊരു ഫോക്സ്വാഗൺ വെൻഡോ കാറാണ്, നമ്മുടെ വീട്ടിലെ കാറാണ്. അപ്പോൾ ഇതിൻ്റെ ലോവർ ആം ബുഷ് ചെറിയ കംപ്ലൈൻ്റ് ഉണ്ട്. അപ്പോൾ അതൊന്ന് മാറ്റുന്നത് എങ്ങനെയാണെന്നുള്ളതൊന്ന് കാണിക്കാനാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലോവർ ആം ബുഷ് എന്ന് പറഞ്ഞാൽ ഈ വീലിൻ്റെ അടിയിലാണ് വരുന്നത്. ഈ വീലഴിച്ച് ഇതിന് അടിയിൽ സസ്പെൻഷനിൽ വരുന്ന ഒരു ബുഷാണ്. അപ്പോൾ അതിൻ്റെ മറ്റേ സൈഡിലെ ബുഷും ഈ വണ്ടി കുഴിയുള്ള റോട്ടിൽ കൂടെ ഓടുമ്പോഴാണ് ആ ബുഷിന് കംപ്ലൈന്റ് വരുന്നത്. ഒരു റബ്ബറിന്റെ ബുഷാണ്. ആ ബുഷ് മുറിഞ്ഞിട്ട് ആ സൈഡിൽ മുറിഞ്ഞ് വേർപെട്ട് പോയിട്ട് പിന്നെ സൗണ്ട് വരാൻ തുടങ്ങി. വണ്ടി ഓടുന്നതിന് പ്രശ്നമില്ല, എന്നാലും കുഴികളൊക്കെ ഇറങ്ങുമ്പോൾ സൗണ്ട് വരാൻ തുടങ്ങി. അപ്പോൾ ഈ സൈഡ് അഴിച്ച് നോക്കുമ്പോൾ ഇതിലും ചെറിയ ബ്രേക്ക് ഉണ്ട്, മുറിഞ്ഞ് വിട്ടുപോയിട്ടില്ല. എന്നാലും അത് ഇനിയിപ്പോൾ ഏതെങ്കിലും മാറ്റുമ്പോൾ രണ്ട് സൈഡ് ഒരുമിച്ച് മാറ്റാം. ചെറിയ ക്രാക്ക് വന്നിട്ടുണ്ട്, അപ്പോൾ അതൊന്ന് കാണിച്ചു തരാം. അതിന് പുതിയത് മാറ്റാനായിട്ട് രണ്ടെണ്ണത്തിന്റെ ബുഷ് വാങ്ങിയതാണ്. ഇതാണ് അതിൽ മറ്റേ സൈഡിൽ ഇപ്പം മുറിഞ്ഞ് വേർപെട്ട് പോയ ഇത് അതിനകത്തും മുറിഞ്ഞു വന്നതാണത്. ഇതാണ് അതിന്റെ ബുഷ് വരുന്നത്. ഇത് ക്രാക്കായി വേർപെട്ട് പോയി, ഇതിൽ നിന്ന് അഴിഞ്ഞു വരും. ഇപ്പൊ സെപ്പറേറ്റ് ആയിപ്പോയി. പക്ഷെ എന്നാലും വീലൊന്നും അഴിഞ്ഞു പോകില്ല, സേഫ്റ്റിന് അധികം ഇഷ്യൂ വരുന്നില്ല. പക്ഷെ ചെറിയ സൗണ്ട് വരും വണ്ടി ഓടുമ്പോൾ. ഇതാണ് അതിന്റെ പുതിയ ബുഷ്. അത് രണ്ട് ബുഷാണ്. ഇത് ഒരു അലുമിനിയത്തിന്റെ പ്രൈമറി. ഇതിനകത്ത് വരുന്നത് റബ്ബറാണ്, ഉള്ളില് റബ്ബർ ആക്ഷൻ കിട്ടാനായിട്ട്. അപ്പൊ ഇതിന് ചെറിയ ക്രാക്ക് ഈ സൈഡില് വീലിനും ചെറിയ ക്രാക്ക് വന്നിട്ടുണ്ട്. ഗട്ടറുള്ള റോഡുകളിൽ കൂടെ അധികം ഓടുമ്പോൾ വരുന്നതാണ്. അപ്പൊ മറ്റേത് പിന്നെ ഫസ്റ്റ് തന്നെ മാറ്റി. അപ്പൊ മാറ്റി പഴയ ബുഷാണ്. അപ്പൊ ഇത് എങ്ങനെ മാറ്റാമെന്നാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന് നമുക്ക് കുറച്ച് ടൂൾസ് ആവശ്യമുള്ളത് പിന്നെ 16, 17ന്റെ റിംഗ് സ്പാനറും 18, 19 പിന്നെ അതിന്റെ സോക്കറ്റുകൾ ആണ് നമുക്ക് മെയിൻ ആയിട്ട് ആവശ്യം. അതിലിപ്പോൾ പലതരം സോക്കറ്റ് ഉണ്ട്. നമുക്ക് ഇതിൽ 2 സോക്കറ്റ് ഇതിനിപ്പോൾ ആവശ്യം വരുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് അതുപോലെ നമുക്ക് ഡീപ്പ് സോക്കറ്റുകൾ നമുക്ക് ഇതിലിപ്പോൾ ആവശ്യം വരുന്നില്ല. നമ്മുടെ ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് വളരെ നല്ലതാണ്. ലോങ് ആയിട്ടുള്ള നോർമൽ സോക്കറ്റുകൾ പറഞ്ഞാൽ ഇത്ര ലെങ്ത്തേ വരുള്ളൂ. ഇതപ്പോൾ അത് ബോൾട്ടുകൾ അഴിക്കാൻ ഇങ്ങനെ മതി. നെറ്റ് ഉണ്ടെങ്കിൽ ബോൾട്ടിന്റെ തല കുറച്ച് നീണ്ടു നിൽക്കാം. അപ്പോൾ അങ്ങനെയുള്ളിടത്ത് ഇത് ഈ ടൈപ്പ് സോക്കറ്റ് നമുക്ക് പറ്റാതെ വരും. അതിന് ഉള്ളതാണ് ഈ ഡീപ്പ് സോക്കറ്റുകൾ എന്ന് പറയുന്നത്, കുറച്ച് ലോങ് ആയിട്ടുള്ള സോക്കറ്റുകൾ. അപ്പൊ ഇങ്ങനെയുള്ള സോക്കറ്റ് നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് വർക്കുകൾക്ക് കുറച്ചും കൂടി ഈസി ഉണ്ട്. നോർമൽ സോക്കറ്റുകൾ ഇങ്ങനെ പല സൈസ് ഇതെല്ലാം സെപ്പറേറ്റ് വാങ്ങിയതുകൊണ്ടാണ് ഒന്നിച്ച് ബോക്സ് കിട്ടാൻ. ഇതൊരു ബോക്സ് ആയിട്ട് വരുന്നതാണ്. ഇതിന് 700 രൂപയ്ക്ക് ഇങ്ങനെ 10 പീസ് വരുന്നതാണ് ഇത്. അതുപോലെ ഇതെല്ലാം നമ്മുടെ ആവശ്യത്തിന് സെപ്പറേറ്റ് മിക്കവാറും എല്ലാ സൈസും ഇതിൽ വരുന്നുണ്ട്. അപ്പൊ ഇതിൽ നമുക്കൊരു 16ന്റെ ഇപ്പൊ വീലഴിക്കാൻ 17 വേണം, ഇത് 18 വേണം. 16ഉം 18 രണ്ട് സൈസാണ് നമുക്ക് ഇത് അഴിക്കാനായിട്ട് ആവശ്യം വരുന്നത്. അപ്പൊ നമുക്ക് ഒന്ന് നോക്കാം. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ബ്രാവോ എന്ന ബ്രാൻഡിന്റെയാണ്. ഇത് 4 ബുഷ് വരും. ഒരു സൈഡിൽ ഒരു വലുതും പിന്നെ ഒരു ചെറുതും വരും. ആ ചെറുതിന് കംപ്ലൈന്റ് ഇല്ലാത്തതുകൊണ്ട് ചെറുത് മാറ്റില്ല. അപ്പൊ ഈ വലുത് തന്നെയായിട്ട് കിട്ടുന്നുണ്ട് 2 ബുഷിന്റെ. ഇത് 850 രൂപ അതിൽ MRP ഉണ്ടെങ്കിൽ 750 രൂപയ്ക്കാണ് 2 ബുഷ് വാങ്ങിയത്. പലവിടെയും അതിലും കുറഞ്ഞ റേറ്റിന് കിട്ടാണ്ട്. ഞാൻ ഫസ്റ്റ് അന്വേഷിച്ചപ്പോൾ ആദ്യം ഇതാണ് കിട്ടിയത്. അപ്പൊ പിന്നെ ഇത് വാങ്ങി 750 രൂപയ്ക്കാണ് ഈ 2 ബുഷ് വാങ്ങിയത്. അപ്പൊ നമുക്കതിന് ആദ്യം വീൽ അഴിച്ചു മാറ്റണം, എന്നിട്ട് പിന്നെ നമുക്ക് തുടർന്ന് ചെയ്യാം. അപ്പൊ നമുക്കിതിന്റെ ജാക്ക് ഇവിടെ ബോഡിയിലാണ് വരുന്നത്. അപ്പൊ ഇതിൽ ജാക്ക് വെച്ച് ജാക്ക് വയ്ക്കുന്നതിന് മുമ്പ് നമ്മൾ വണ്ടിയുടെ ചുറ്റും ഒന്ന് ശ്രദ്ധിക്കണം. എവിടെയെങ്കിലും സൈഡ് ചുറ്റിലും ആവശ്യത്തിനുള്ള സ്പേസ് ഉണ്ടായിരിക്കണം. വണ്ടി ഹാൻഡ് ബ്രേക്ക് നല്ലപോലെ ഇട്ട് ഫസ്റ്റ് ഗിയറിലിട്ട് വെച്ചിട്ട് ഉയർത്തുന്നതാണ് നല്ലത്. അതുപോലെ ഇപ്പോൾ ഈ സൈഡ് ഉയർത്തുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് വീലിന് ഷോക്ക് വെച്ച് നമ്മൾ 2 സൈഡും കട്ട വെച്ച് ബ്ലോക്ക് ചെയ്യണം. ഇതിന്റെ 2 സൈഡിലും കട്ട വെച്ചിട്ടുണ്ട്. അപ്പോൾ വണ്ടി ലെവൽ ഗ്രൗണ്ടിലായിരിക്കും വേണം. എന്നാലും ഓപ്പോസിറ്റ് സൈഡിൽ 2 കട്ട വെച്ച് വണ്ടി ആ സൈഡ് ഉയർത്തുമ്പോൾ ഇത് ഇളകാതിരിക്കാൻ 2 സൈഡിലും കട്ട വെച്ചിട്ട് വേണം. നമ്മൾ സേഫ്റ്റി നോക്കിയിട്ട് വേണം. ചുറ്റിലും ആവശ്യത്തിനുള്ള സ്പേസ് ഉണ്ടായിരിക്കണം. സൈഡ് മുട്ടാനൊക്കെ സാധ്യതയുണ്ട്. ഇതിന്റെ ജാക്ക് ബോഡിയിലാണ് വരുന്നത്, വണ്ടിയുടെ അടിയിലല്ല. അപ്പൊ പുറത്തുനിന്ന് കുറച്ചും കൂടി ഈസിയാണ് നമുക്ക് ഉയർത്താനായിട്ട്. ലോഡ് അധികം വരുന്നില്ല. അതിൽ ജാക്കിംഗ് പോയിന്റ് പ്രത്യേകിച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ കുറച്ച് സ്ട്രെങ്ത് കൂടിയ ഒരു ഏരിയ ഉണ്ട് ജാക്ക് ചെയ്യാൻ. അവിടെ തന്നെ വെച്ച് ഉയർത്തണം. നമ്മൾ ഇഷ്ടമുള്ളവിടെ വെച്ച് ജാക്ക് ചെയ്യാൻ പാടില്ല. വീൽ ഒരല്പം ഉയർന്നാൽ മതി. നമുക്ക് പിന്നെ അടിയിൽ ഇത്തിരി വർക്കുള്ളത് കൊണ്ട് കുറച്ച് കൂടുതൽ നമുക്ക് ഉയർത്താം. നമുക്ക് അടിയിൽ കുറച്ച് ചെയ്യാനുള്ളതുകൊണ്ട് കുറച്ച് ഹൈറ്റ് കൂടുതൽ നല്ലതാണ്.
അപ്പോൾ ഈ ജാക്കിൽ മാത്രം വെച്ച് വർക്ക് ചെയ്യുന്ന അത്ര സേഫ് അല്ല. അതുകൊണ്ട് നമ്മൾ ഇതിന് ഒരു ജാക്ക് സ്റ്റാൻഡും കൂടെ വാങ്ങിയിട്ടുണ്ട്. നമുക്ക് വീല് ഇപ്പോൾ അഴിച്ചു മാറ്റി ജാക്ക് ഊരി എടുത്ത് മറ്റു സൈഡ് ഉയർത്തണമെങ്കിലൊക്കെ നമുക്ക് ഈ സ്റ്റാൻഡിനകത്ത് വെച്ച് വർക്ക് ചെയ്യാം. അപ്പോൾ ജാക്കിനുള്ള സ്റ്റാൻഡാണ് ഈ കാണുന്നത്. ഇതിങ്ങനെ 2 എണ്ണത്തിൻ്റെ ഒരു പാക്കാണ് വരുന്നത്. ഇതിനകത്ത് ഇങ്ങനെ 2 സെറ്റായിട്ട് വരുന്നതാണിത്. ഇത് നമുക്ക് ഹൈറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് ആവശ്യത്തിനുള്ള ഹൈറ്റ് ഇവിടെ ഈ ലിവർ ഉയർത്തിയാൽ നമുക്ക് ഇതിങ്ങനെ ഇറങ്ങും. നമ്മൾ ഉയർത്തി അത് അവിടെ ലോക്കായി നിൽക്കും. നമുക്ക് ആവശ്യത്തിനുള്ള ഹൈറ്റിന് ഉയർത്തി ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരു സെറ്റാണ് 2 എണ്ണത്തിൻ്റെ ഒരു സെറ്റ്. ഇതിന് 1600 രൂപ ഓൺലൈനിൽ പ്രൈസ് ഉണ്ട്. അത് നമുക്ക് ഡിസ്കൗണ്ട് ഒക്കെ കഴിച്ച് 1425 രൂപയ്ക്കാണ് ഇത് വാങ്ങിയത് 2 എണ്ണം. ഇത് അത്യാവശ്യം നല്ല സ്ട്രോങ് ആണ് സാധനം. 3 ടണ്ണ് വരെ ഇത് ലോഡിങ് കപ്പാസിറ്റി ഉള്ളതാണ്. ഇത് 3 ടണ്ണാണ് ഇതിൻ്റെ കപ്പാസിറ്റി വരുന്നത് ഓരോന്നും. ഇത് MS ആണ് ഇത് വരുന്നത്. ഇത് കാസ്റ്റ് അയൺ, ഈ റോഡ് കാസ്റ്റ് അയൺ ആണ്. അപ്പോൾ നമ്മൾ അത് ജാക്ക് ചെയ്ത് അടിയിലൊക്കെ പണി ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു സ്റ്റാൻഡും കൂടി അഡീഷണൽ സപ്പോർട്ടിന് വെക്കുന്നത് സേഫ്റ്റിക്ക് നല്ലതാണ്. ജാക്കിൽ മാത്രം വെച്ച് നമ്മൾ ഹെവി ലോഡൊക്കെ വർക്ക് ചെയ്യുമ്പോൾ അത് ഇത്തിരി സേഫ്റ്റി ഇഷ്യൂ വരാം. അപ്പോൾ അതിന് വേണ്ടി നമ്മളിത് ഈ ജാക്ക് ഒരു സ്റ്റാൻഡും കൂടി അഡീഷണൽ സപ്പോർട്ടിന് വെക്കുന്നതാണിത്. അപ്പോൾ ഇതിൻ്റെ മാക്സിമം ഹൈറ്റ് ഒരു 400 mm ആണ്. 40 സെൻറ്റിമീറ്റർ മാക്സിമം ഹൈറ്റും ഒരു 28 mm മിനിമം ഹൈറ്റുമാണ് ഇത് സൈസ് വരുന്നത്. അപ്പോൾ ഈ സ്റ്റാൻഡും കൂടെ ഇതിൻ്റെ അടിയിലൊന്ന് വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ നമ്മുടെ നോർമൽ ആവശ്യത്തിനേക്കാളും കൂടുതൽ ഹൈറ്റ് ഉണ്ട്. നമുക്ക് എത്രയാണ് ഇതിൽ ജാക്കിൽ മാക്സിമം നമുക്ക് ഉയർത്താൻ പറ്റുന്നത്. അപ്പോൾ അതിലും കൂടുതൽ വരുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ആവശ്യത്തിന് ധാരാളമാണ്. അപ്പോൾ ഇതൊന്ന് അടിയിൽ ഇതും കൂടെ വെച്ചൊന്ന് അഡീഷണൽ സപ്പോർട്ടിന് വെച്ച് ഒരു സേഫ്റ്റിക്കാണ്. അപ്പോൾ എന്തെങ്കിലും സ്ലിപ്പാവുക എന്തെങ്കിലും ചെയ്താൽ ഇതിൽ നിന്നുള്ളൂ. വണ്ടി താഴെ നമുക്ക് കാര്യമായിട്ടൊന്നും ഉയർത്തേണ്ട ആവശ്യം വന്നിട്ടില്ല. ഇതിപ്പോൾ ഇത്രയേറെ ഉയർത്താനുണ്ട് ഇതിൽ. വണ്ടിയുടെ ബോഡിയിൽ നമുക്ക് ചെറിയ ഫസ്റ്റ് സ്റ്റെപ്പിലിടാനുള്ള സ്പേസ് ഇതിൽ വരുന്നുള്ളൂ. അപ്പോൾ എന്തെങ്കിലും കാരണമായിട്ട് സ്ലിപ്പായാലും അതിൽ നിന്നോളും. നമുക്കിനി വീൽ അഴിച്ചെടുക്കാം. അതിപ്പോൾ ഇമ്പാക്ട് റഞ്ച് ആയതുകൊണ്ട് നമുക്ക് ഉയർത്തിയിട്ട് ആയാലും അഴിക്കാം. അല്ലാതെ ലിവർ നമ്മുടെ വീൽ സ്പാനർ ഉപയോഗിച്ചാണെങ്കിൽ നമ്മൾ ഉയർത്തണതിന് മുമ്പ് തന്നെ അതിൻ്റെ ടൈറ്റ് ഇട്ടോ ഫുൾ ടൈറ്റ് ഒന്ന് ലൂസ് ചെയ്ത് കൊടുത്ത് ജാക്കിൽ വെച്ച് ഫുൾ ടൈറ്റ് വീല് കറങ്ങാനൊക്കെ സാധ്യതയുണ്ട്. ഇപ്പോൾ ഇമ്പാക്ട് റേഞ്ചിലാണ് നമ്മൾ അഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ വീല് റൊട്ടേറ്റ് ചെയ്യില്ല. അപ്പോൾ ഉയർത്തിയിട്ട് പിന്നെ അഴിച്ചാലും പ്രശ്നമൊന്നുമില്ല. വീലിൻ്റെ എല്ലാ ബോൾട്ടും അഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അഴിക്കുമ്പോൾ മണ്ണാവാതെ നമ്മൾ ത്രെഡിലൊക്കെ മണ്ണാവാതെ മാറ്റിയെടുത്ത് വെക്കണം. ഇപ്പോൾ കാർ പോർച്ചിനകത്താണ്, മണ്ണില്ല. അതുകൊണ്ട് വീല് വരിയെടുക്കാം. ഇതിൻ്റെ ഇവിടെ വന്ന് കാണാം. ഇതിൻ്റെ ലോവർ ആം എന്ന് പറയുന്നത് ഈ പീസാണിത്. ഇതിൽ ഈ കാണുന്നതാണ് ഇതിൻ്റെ ബുഷ്. പിന്നെ നമ്മൾ ഇതിന് ചെറിയ ക്രാക്ക് ഇവിടെ നോക്കിയാൽ കാണാം. മറ്റേ സൈഡ് മുറിഞ്ഞ് വേർപെട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ലോവർ ആം ഇതിനകത്ത് ഷെയ്ക്ക് ആവുമായിരുന്നു. ഇതിനകത്ത് ഒരു ഫ്ലവർ വീലൊന്നും അഴിഞ്ഞു പോകാൻ പ്രശ്നമൊന്നും വരില്ല. പക്ഷേ ഒരു സൗണ്ട് ഷെയ്ക്ക് വരും. അങ്ങനെ ഓടിയ പിന്നെ അലൈൻമെൻറ്റൊക്കെ വീൽ അലൈൻമെൻറ്റും ഒക്കെ പ്രശ്നങ്ങൾ വരും. അപ്പോൾ ഇതിനകത്ത് ഇത് ഇവിടെ നോക്കിയാൽ കാണാം ഇതിന് ക്രാക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ്. അപ്പോൾ ഇതിൻ്റെ ഇങ്ങേ സൈഡിൽ ഇവിടെ ഉണ്ട് ഒരു റബ്ബറിൻ്റെ ചെറിയ ബുഷ്. ഇത് വലിയ ബുഷ് അവിടെ ചെറുതാണ്. പക്ഷേ ഈ ബുഷ് അങ്ങനെ പെട്ടെന്ന് ഡാമേജ് വരുന്നതല്ല. അപ്പോൾ അത് മാറ്റേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ ഒരു ബുഷ് മാത്രമേ അഴിച്ച് മാറ്റുള്ളൂ. ഇത് ലോവർ ആം അഴിക്കാനായിട്ട് നമുക്ക് ഇതാണ് ലോവർ ആം വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇവിടെ അടിയിൽ 16ൻ്റെ ഒരു 3 നെട്ടുകൾ വരുന്നുണ്ട്. നെറ്റ് ബോൾട്ട് ആയിട്ടാണ് വരുന്നത്. ഇവിടെ 3 എണ്ണം, ഇവിടെ 18ൻ്റെ ഇവിടെ 1, പിന്നെ ഇവിടെ ഈ ബുഷിൻ്റെ അവിടെ 1, അങ്ങനെ 2. അപ്പോൾ ഈ 3, 2, 5 നെട്ടും ബോൾട്ടാണ് നമുക്ക് അഴിച്ചെടുക്കേണ്ടത്. അപ്പോൾ അത് നമുക്ക് സോക്കറ്റ് വെച്ച് കുറച്ച് സസ്പെൻഷൻ്റെ ആയതുകൊണ്ട് നല്ല ടൈറ്റാണ്. ടോർക്ക് കുറച്ച് കൂടുതൽ. അപ്പോൾ വലിയ ലിവർ ഇട്ട് പിടിക്കണം. നോർമൽ ടൈറ്റിലല്ല, അത് കുറച്ച് ഓവർ ടൈറ്റ് ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് നമുക്കൊരു സോക്കറ്റിനകത്ത് ഒരു പൈപ്പും കൂടെ ഇട്ടിട്ട് വേണം നമുക്ക്
കുറച്ച് നീളമുള്ള ഒരു പൈപ്പ് ഇട്ട് അഴിക്കണം. അല്ലാതെ നമ്മൾ നോർമൽ ഇതിൻ്റെ എക്സ്റ്റൻഷൻ ഉണ്ട്, ഈ എക്സ്റ്റൻഷൻ്റെ ലെങ്ത് മതിയാവില്ല, ഇത്രയും ലെങ്ത്തിൽ പിടിച്ചാൽ നമുക്ക് പോരാ. അപ്പോൾ അതുകൊണ്ട് ഒരു ഇരുമ്പിൻ്റെ പൈപ്പും കൂടി ഇട്ടിട്ടാണ് അഴിക്കാൻ പോകുന്നത്. നമുക്ക് ഒന്ന് നോക്കാം. ഇപ്പോൾ വണ്ടിയൊക്കെ സേഫ് അല്ലേ എന്ന് ഉറപ്പിച്ചിട്ട് വേണം താഴെ വർക്ക് ചെയ്യാനൊക്കെ. നമ്മളത് ലെവലും ഷെയ്ക്കൊന്നും ഇല്ലാണ്ട് വണ്ടി കറക്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ നമുക്കിപ്പോൾ സസ്പെൻഷനൊക്കെ അഴിക്കണമെങ്കിൽ ഇവിടെ കോയിൽ സ്പ്രിങ് വരുന്നുണ്ട് ഇതിൽ. ഇപ്പോൾ അത് അഴിക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല, നമുക്ക് നേരിട്ട് ലോവർ ആം തന്നെ അഴിക്കാം. അപ്പോൾ ഇത് ഇവിടെ ബാക്കിലും അങ്ങനെ 4 ഭാഗത്ത് കോയിൽ സ്പ്രിങ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഈ ഷോക്കപ്പൊക്കെ അഴിക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് കോയിൽ സ്പ്രിങ് അഴിക്കാനുള്ള ഒരു ടൂളും കൂടെ നമ്മുടെ കയ്യിൽ വാങ്ങി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ആവശ്യമില്ല, സ്പ്രിങ് കംപ്രസ് ചെയ്യാനുള്ള ഒരു ടൂളാണ്. അപ്പം ഇങ്ങനെയുള്ള ടൂൾ ഉണ്ടെങ്കിൽ നമുക്ക് ഈ സ്പ്രിങ് ഒക്കെ കോയിൽ സ്പ്രിങ് അഴിച്ചെടുക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ സസ്പെൻഷൻ ഷോക്കപ്പൊക്കെ ഉള്ളിൽ നിന്നാണ് നെറ്റ് വരിക. ഇവിടെ ആ നെറ്റ് അഴിക്കണം എന്നുണ്ടെങ്കിൽ ഈ കോയിലിനെ കംപ്രസ് ചെയ്ത് പിടിക്കണം. അപ്പം അതിനുള്ളതാണ് ഈ ടൂൾ വരുന്നത്. ഇതിന് 2 എണ്ണം ടയറായിട്ട് ആണ് വരുന്നത്. 900 രൂപ. ഒരു കോയിലിൻ്റെ 2 സൈഡില്ലേ, ഇത് സ്പ്രിങ്ങിൻ്റെ 2 ഭാഗത്ത് വെച്ച് ഇവിടെ ഈ നെറ്റ് ടൈറ്റ് ചെയ്താൽ അത് കംപ്രസ് ആയി നിൽക്കും. അപ്പോഴേ നമുക്ക് അഴിച്ചൊക്കെ മാറ്റാം. അപ്പോൾ അതിനുള്ള ഇങ്ങനെ സ്പെഷ്യൽ ടൂളുകൾ ഉണ്ടെങ്കിൽ നമുക്ക് സസ്പെൻഷനിലൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് കൂടെ അതിൽ പരിചയപ്പെടുത്തുന്നതാണ്. ഇപ്പോൾ നമ്മൾ കോയിൽ സ്പ്രിങ് സസ്പെൻഷനൊന്നും അഴിക്കുന്നില്ല, കാരണം അതിൻ്റെ കംപ്ലൈൻറ്റോ പ്രശ്നങ്ങളൊന്നും ഇല്ല. പക്ഷെ ആവശ്യം വരുമ്പോൾ ഉപയോഗിക്കാനായിട്ടാണ് ഇതും കൂടെ അതിൻ്റെ വാങ്ങിയത്. 900 രൂപയാണ് 2 എണ്ണത്തിന് വരുന്നത്. ഇത് അത്യാവശ്യം നല്ല ടോർക്ക്, നല്ലപോലെ ടോർക്കിലാണ് ടൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പൈപ്പ് ഇട്ട് പിടിച്ചാൽ തന്നെ വരുള്ളൂ. അഴിഞ്ഞുണ്ട്, ഒരു ബോൾട്ട് കഴിഞ്ഞിട്ട്. അതുപോലെ നമുക്ക് എല്ലാ ബോൾട്ടും അഴിച്ചെടുക്കും. അപ്പോൾ ഈ ഭാഗത്ത് 3 ബോൾട്ട് അഴിക്കാൻ പറ്റിയുണ്ട്. അതുപോലെ നമുക്ക് മറ്റുള്ളതും കൂടെ അഴിച്ചു നോക്കാം. അപ്പോൾ നമുക്കിത് അഴിക്കാൻ ഇവിടുത്തെ ബോൾട്ടുകളെല്ലാം അഴിച്ചിട്ടുണ്ട്. അവിടെ ഉള്ളിൽ ഒരു ബോൾട്ട് അഴിക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ മഡ് ഗാർഡിൻ്റെ ഉള്ളിൽ ഉള്ള ഈ കവറ് ചെറിയ തടസ്സമാണ്. അപ്പോൾ ഈ കവറ് അഴിച്ച് ലൂസ് ചെയ്ത് കുറച്ച് അഴിച്ച് മാറ്റണം. ലൂസാക്കി ഇളക്കിയാലേ നമുക്ക് അതിനകത്ത് നമുക്ക് സ്പാനറൊക്കെ ഇടാനുള്ള സ്പേസ് ആവശ്യത്തിന് കിട്ടുള്ളൂ. അപ്പോൾ അതിനത് ഇവിടെ സ്ക്രൂകളാണ്, ചുറ്റിലും സ്ക്രൂ ഉണ്ട്. ആ സ്ക്രൂ നോർമൽ സ്ക്രൂ ഡ്രൈവർ കൊണ്ട് പറ്റില്ല. ഇങ്ങനെയുള്ള സ്പ്ലൈൻസ് സ്പെഷ്യൽ ടൈപ്പ് കീ വേണം, ഇങ്ങനെയുള്ള സ്പെഷ്യൽ ബോൾട്ട്. അപ്പോൾ അത് നമുക്ക് ഇങ്ങനെയുള്ള ഒരു സെറ്റ് കിട്ടും. ഇപ്പോൾ പലർക്കും അറിയാമായിരിക്കും. ഇങ്ങനെയുള്ള ഈ സെറ്റിനകത്ത് 46 പീസിൻ്റെ ഒരു ഇതാണ്. ഇത് 350 രൂപ തൊട്ട് പല റേഞ്ചിലും കിട്ടും. ഞാനതൊരു വർഷമൊക്കെ മുന്നേ വാങ്ങിയാണ്. ഒരു 450 രൂപ അന്ന് കൊടുത്ത്. ഇപ്പോൾ ഒരു 350 രൂപയ്ക്കും കിട്ടുന്നുണ്ട്. അപ്പം അല്ലാതെ തന്നെ നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ വർക്കിന് ഉപയോഗിക്കുന്ന യാട്ടോ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഇത് 2050 രൂപ വില വരുന്നതാണ്. ഇങ്ങനത്തെ ഇതിനകത്ത് ഇതിൻ്റെ എല്ലാ സ്പെഷ്യൽ ടൈപ്പ് ഇതുണ്ട്. ഇങ്ങനെ മോഡേൺ കാറുകൾക്ക് ഉള്ള നോർമൽ സ്ക്രൂകളല്ല കൂടുതലും വണ്ടികൾക്ക് വരിക. അപ്പോൾ അതിനകത്ത് ഈ 25 എന്ന് പറഞ്ഞ ഇതാണ് വരിക. സ്പ്ലൈൻസ് ടൈപ്പ് S825 എന്ന് പറഞ്ഞ ഇത് വരുന്നത്. ഇതെല്ലാം സ്പെഷ്യൽ. ഇത് നോർമൽ അല്ലെങ്കിൽ കീക്ക് പകരം ഉപയോഗിക്കുന്ന ലോങ്ങും ഷോർട്ടായിട്ടുള്ള കീകൾ. ഇതിൻ്റെയൊക്കെ ഇത് ലോങ് വെർഷനും ഇതൊക്കെ ഷോർട്ടും വരുന്നതാണ്. നമുക്ക് നമ്മുടെ സാധാരണ റാച്ചറ്റിനകത്ത് വെച്ച് ഉപയോഗിക്കാം. ഇതെല്ലാം നമുക്ക് ഈ റാച്ചറ്റിൽ പിടിപ്പിച്ച് നമുക്ക് ഇതിൽ ഏത് വേണമെങ്കിലും ഇതിനകത്ത് ഫിറ്റ് ചെയ്ത് നമുക്ക് അഴിച്ച് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഈ സെറ്റിൻ്റെ കൂടെ നമുക്ക് ഇതിൻ്റെ ചെറിയൊരു റാച്ചറ്റും എല്ലാം കൂടെ വരുന്നുണ്ട്. ഇതിലിപ്പോൾ റാച്ചറ്റിൽ ഈ കീകൾ മാത്രം 2050 രൂപ ഒന്നാണ്. പക്ഷെ ഇത് ചെറിയ റാച്ചറ്റ്, എക്സ്റ്റൻഷൻ റോഡ്, ഈ കീകൾ, ഇങ്ങനെയുള്ള കുറച്ച് സ്പെഷ്യൽ. അതിലുള്ള എല്ലാം വരുന്നില്ല, എന്നാലും കുറച്ചൊക്കെ അത്യാവശ്യം വേണ്ടതൊക്കെ ഇതിനകത്തുണ്ട്. ഇത് നിസ്സാര വിലയ്ക്ക് കിട്ടും. ഇപ്പോൾ നമ്മൾ പല മീഷോ എന്ന് പറഞ്ഞ ബ്രാൻഡിലേക്ക് 350 രൂപ ഇതിന് വില വരുന്നു. ആമസോണിലൊക്കെ കുറച്ച് കൂടുതലാണ്. പലരും 750 രൂപ വരെയൊക്കെ വിലയ്ക്കൊക്കെ കൊടുക്കുന്നുണ്ട്. 1000-ന് മുകളിലും ചില സെല്ലർമാർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത് വരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിനഴിക്കാനൊക്കെ ഇതേ ആവശ്യമുള്ളൂ. ഇതുകൊണ്ട് പറ്റും.
ഹെവി ലോഡൊന്നും ഇത് കൊടുക്കരുത്. ഇപ്പോൾ പ്ലാസ്റ്റിക്കിൽ ഉള്ളതായത് കൊണ്ട് അധികം ലോഡൊന്നും വരില്ല. ഹെവി മെറ്റലിലുള്ള ഹെവി ലോഡിനൊക്കെ ആകുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ പ്രൊഫഷണൽ ടൈപ്പ് തന്നെ ആവശ്യം വരും. ഇതിപ്പോൾ ലൈറ്റ് ലോഡിനൊക്കെ ആണെങ്കിൽ നമുക്ക് ഇത് മതി. അപ്പോൾ നമുക്ക് ഇതുകൊണ്ട് നമുക്ക് ഇതൊന്ന് അഴിച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഈ സ്ക്രൂ ഒക്കെ നമുക്ക് ഇവിടെ ഇപ്പോൾ ഈ ഭാഗം മാത്രമേ നമുക്ക് കുറച്ച് അഴിക്കേണ്ട ആവശ്യമുള്ളൂ. കുറച്ചൊന്ന് ലൂസ് ചെയ്താൽ ഇപ്പോൾ നമുക്കിങ്ങനെ ഇതിൽ പറയാച്ചിട്ട് ഉണ്ട്. നമുക്ക് ലെഫ്റ്റും റൈറ്റും ഒക്കെ ടൈറ്റ് ചെയ്യണമെങ്കിൽ ഈ ഭാഗത്തേക്ക്, ലൂസ് ചെയ്യണമെങ്കിൽ ഈ ഭാഗത്തേക്ക് ആക്കിയാൽ നമുക്കിത് നോർമൽ സ്ക്രൂ ഡ്രൈവർ കൊണ്ട് ഇത് അഴിക്കാൻ പറ്റില്ല. ഇപ്പൊ ഇങ്ങനെയുള്ള സ്ക്രൂകൾ ഇത് പ്ലാസ്റ്റിക്കിൽ ആണ് ഇത് ഫിറ്റ് ചെയ്തിരിക്കുക. അപ്പൊ അതുകൊണ്ട് അധികം ടൈറ്റ് ഒന്നും വരുന്നില്ല. ഇങ്ങനെ ഈ ഭാഗത്തുള്ള ഒരു 5-6 സ്ക്രൂ അഴിച്ചു മാറ്റി നമുക്കിത് ആ ബോൾട്ട് അഴിക്കാൻ എളുപ്പമായിരിക്കും. ആ ബോൾട്ട് അഴിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഈ ഭാഗത്തും ബോൾട്ടുകൾ അഴിച്ചെടുക്കും. അപ്പൊ അത് മോഡല് കറങ്ങാതെ പിടിക്കും കൂടെ വേണം. ഇനി ഇവിടെ 3 ബോൾട്ട് ലൂസ് ചെയ്തിട്ടേ ഉള്ളൂ. അതും കൂടെ നമുക്ക് അഴിച്ചെടുക്കാം. ഇതിൻ്റെ എല്ലാ ബോൾട്ടും അഴിച്ചെടുത്തു. ഇനിയിപ്പോൾ ലോവർ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് വലിച്ചെടുക്കാം. ഇതിപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇതാണ്. പക്ഷേ ഈ ബുഷും ഏകദേശം ഫുള്ളായി കട്ടായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. പൂർണ്ണമായിട്ട് മുറിഞ്ഞുണ്ട്. വിട്ടുപോയി മാറിയിട്ടില്ല എന്നേ ഉള്ളൂ. ഫുള്ളായിട്ട് മുറിഞ്ഞുണ്ട്. അപ്പം കറക്റ്റായിട്ട് നമുക്ക് ഈ ബുഷ് ഇതിന് എടുക്കണം. ഇത് വെറുതെ നമുക്ക് ഭയങ്കര നല്ല ടൈറ്റിലാണ് ഇരിക്കുക. വെറുതെ തട്ടിയാലും വരില്ല. ഇത് ഹൈഡ്രോളിക് പ്രസ്സിൽ വെച്ച് വേണം നമുക്കിത് അഴിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കയ്യിലൂടെ ഹൈഡ്രോളിക് പ്രസ് ഉണ്ട്. നമ്മുടെ ഈ പ്രസ്സിൽ തന്നെ വെച്ച് നമുക്ക് അഴിച്ചെടുക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ ബുഷ് ഫിറ്റ് ചെയ്യുന്നത് എങ്ങനെ നമ്മുടെ ഇഷ്ടത്തിന് അങ്ങനെ ഫിറ്റ് ചെയ്യാൻ പറ്റില്ല. അതിന് പ്രത്യേക പോയിന്റ് മാർക്കിംഗ് ഉണ്ട്. അപ്പോൾ ഇതിൽ പഴയ ബുഷ് ഇവിടെ നോക്കിയാൽ ഇവിടെ ഒരു ഫ്രെയിമിൽ ഒരു പോയിന്റ് കാണാം. ഈ ബുഷിൽ ഒരു ആരോ മാർക്ക് ഉണ്ട്. ഇവിടെ 2 സൈഡും ഉണ്ട്. അതായത് സൈഡ് വേണമെങ്കിൽ അപ്പോൾ ഈ ആരോ മാർക്ക് ഈ പോയിന്റിലേക്ക് വരണം. അപ്പോൾ പുതിയ ബുഷിൽ ഇങ്ങനെ ആരോ അല്ല, ഇവിടെ 2 സൈഡ് പോയിന്റ് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പോയിന്റ് ഈ 2 പോയിന്റിന്റെ സെന്ററിൽ വരുമ്പോലെ ആ പൊസിഷനിൽ വേണം ഫിറ്റ് ചെയ്യാനായിട്ട്. അപ്പോഴാണ് ഇതിന്റെ ആക്ഷനൊക്കെ ശരിയായിട്ടുള്ള സസ്പെൻഷന്റെ വർക്കിങ്ങിന് തടസ്സമില്ലാതെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നമ്മളിത് അഴിച്ച് മാറ്റി പുതിയ ബുഷ് ഇടുമ്പോൾ അത് ശ്രദ്ധിച്ചു വേണം ഇടാൻ. നമുക്ക് എങ്ങനെയെങ്കിലും പ്രസ് ചെയ്ത് കയറ്റിക്കൊണ്ടായില്ല. ആ ഡയറക്ഷൻ മാറാതെ ഇതിപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ തിരിച്ചായാലും കുഴപ്പമില്ല. പക്ഷേ ഈ 2 പോയിന്റ് ഈ പോയിന്റിന്റെ സെന്ററിൽ വരും. ഇത് ഇവിടെ ആകുമ്പോൾ 2 പോയിന്റ് അല്ല, ഒറ്റ ആരോ മാർക്കാണ്. അപ്പോൾ ആരോ ഈ പോയിന്റിന് കറക്റ്റ് കോയിൻസൈഡ് ചെയ്യുന്ന രീതിയിലാണ്. അപ്പോൾ അതേപോലെ ആയിരിക്കണം നമ്മളത് അഴിച്ചെടുക്കുമ്പോൾ എങ്ങനെ എടുത്താലും ഫിറ്റ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യാൻ പറ്റണം. നമ്മളിത് ബുഷ് അഴിക്കാനായിട്ട് ഇതിൽ പ്രസ്സിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ അഴിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്കത് എങ്ങനെ അഴിക്കാമെന്നൊന്നും കൂടെ ഒന്ന് നോക്കാം. നമ്മുടെ ഇതിനകത്ത് നമ്മുടെ ചെറിയൊരു വർക്ക്ഷോപ്പാണ്. ഇതിനകത്ത് സ്പേസ് കുറവാണ്. ഇതിനകത്ത് തന്നെയാണ് എല്ലാം കൂടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് 12 ടണ്ണിൻ്റെ ഈ അടുത്ത് വാങ്ങിയ ഒരു പ്രസ്സാണ്. ഇതിന് ഏകദേശം 12,000 രൂപ 11,500 രൂപ വിലയ്ക്കാണ് ഇത് വാങ്ങിയത്. അപ്പോൾ ഇത് ഹൈറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ശരിക്കും സീറ്റിങ്ങിൽ വെച്ചാലും നമുക്കിത് അഴിക്കാൻ പറ്റില്ല. നമ്മുടെ കയ്യിലുള്ള സൗകര്യങ്ങളൊക്കെ വെച്ച് ആണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഇനി പമ്പ് ചെയ്താൽ നമുക്ക് ഈ ബുഷ് ഇതിനകത്തുണ്ട്. ഈ ബുഷിനെ നമുക്കിങ്ങനെ താഴോട്ട് അഴിച്ചെടുക്കും. ബുഷ് ഇവിടെ ഇറങ്ങി പോകുന്നത് കാണാം. നല്ല ടൈറ്റിലാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്ര പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് അഴിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിൽ ബുഷ് ഇത് അഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ബുഷ് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ പൈപ്പ് ഇതിൽ നിന്ന് ഊരിയെടുക്കണം. ഇത്തിരി ജാമുണ്ട്. അപ്പോൾ ഈ ബുഷ് ഇതിൽ നിന്ന് ഊരി കിട്ടി. അപ്പോൾ നമ്മളിതിൽ പുതിയ ബുഷ് ഫിറ്റ് ചെയ്ത് ഇറക്കിയതിൽ നമുക്കൊന്ന് നോക്കാം. ഇതിൻ്റെ ഈ ഫ്ലാറ്റ് ലെവലിലാണ് വേണ്ടത്. ഇപ്പോൾ ഈ ബാക്കിൽ ആവശ്യത്തിന് ഇറങ്ങിയിട്ടുണ്ട്. ഇത്രയാണ്. അപ്പോൾ ഈ ബുഷ് ഇവിടെ ഈ മാർക്കിങ്ങിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കറക്റ്റായിട്ട് വെച്ചാൽ ഇത് വർക്കിംഗ് ശരിയാവുള്ളൂ. ഇവിടെ ഈ 2 പോയിന്റും
ഇവിടെയും മാർക്ക് ചെയ്യും. ഇത് സെൻറ്ററായിട്ട് വരുന്ന പോലെ ഇങ്ങനെ ആണ് ഇത് ഫിറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇതിൻ്റെ ഫിറ്റിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് വണ്ടിയിലേക്ക് ഫിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിതിൽ ബുഷ് മാറ്റി, ചെറിയ ബുഷ് നമ്മൾ മാറ്റിയില്ല, വലിയ ബുഷ് മാത്രമാണ് മാറ്റിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബോൾട്ടിലൊക്കെ നമുക്ക് കുറേശ്ശെ ഗ്രീസൊക്കെ ഒന്ന് പുരട്ടിയിട്ട് ഫിറ്റ് ചെയ്യാം. ഈ ബോൾട്ടുകളിലും അതിൻ്റെ അതുപോലെ ഇവിടെ 3 ബോൾട്ട് വരുന്നുണ്ട്, ഈ 2 ബോൾട്ട് വലുത്. എല്ലാറ്റിലും കുറേശ്ശെ ഗ്രീസ് പുരട്ടി നമുക്ക് ഫിറ്റ് ചെയ്യാനും പിന്നീട് അതിൽ അഴിക്കുന്ന സമയത്തൊക്കെ കുറച്ച് ഈസി ആയിരിക്കും. അപ്പോൾ ഇപ്പോഴും നമ്മൾ ഉപയോഗിക്കുമ്പോൾ കുറച്ച് നല്ല ക്വാളിറ്റി ഗ്രീസ്, ഇതിപ്പോൾ SKF-ൻ്റെ ബെയറിംഗ് ഗ്രീസാണ്. ക്വാളിറ്റിയുള്ള ഗ്രീസ്, വില കുറഞ്ഞ ഗ്രീസുകൾ ഉപയോഗിക്കാതിരിക്കും മാക്സിമം. അതുപോലെ ഈ ബുഷിനകത്ത് ഇതിനകത്ത് ബോൾട്ട് കയറേണ്ടതാണ്. ഈ 2 ബുഷും അവിടേക്ക് ഇത്തിരി ഫ്രീ ആയി കയറാൻ എളുപ്പമായിരിക്കും അത്. അതുപോലെ ഇവിടെ നമ്മുടെ അഴിച്ച 3 ബോൾട്ട് ഉണ്ട്, ആ ബോൾട്ടിലും കുറച്ച് ഗ്രീസ്. ഈ ത്രെഡൊക്കെ കുറച്ച് ഈസി ആയിരിക്കും റെസ്റ്റ് ഒന്നും വരുന്നതല്ല, എന്നാലും നമ്മൾ കുറച്ച് ഗ്രീസ് ഇടുന്നത് എപ്പോഴും നല്ലതാണ്. നമുക്കത് ഫിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ലോവർ അതിൽ ബോൾട്ടുകളൊക്കെ ഇട്ട് അടിയിൽ ഫിറ്റ് ചെയ്ത് ഇനി ഒന്ന് ടൈറ്റ് ചെയ്താൽ വർക്ക് കഴിഞ്ഞു. അപ്പോൾ ഇവിടെ 3 ബോൾട്ടും നമുക്ക് ഒന്ന് ടൈറ്റ് ചെയ്യാം. ഇനി അത് കുറേ കൂടി നല്ലപോലെ ടൈറ്റ് ചെയ്യണം. മെഷീനിൽ ഈ ടൈറ്റ് മതിയാവില്ല ഇതിന്. നമുക്ക് ലിവർ വെച്ച് കുറച്ച് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. നമുക്ക് ലിവർ വെച്ച് ഫുൾ ടൈറ്റ് ചെയ്യാം. ലിവറിട്ട് ഫുൾ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ വർക്ക് കംപ്ലീറ്റ് ആയി. ഇനി ഞങ്ങൾ വെയിലിട്ട നമ്മൾ പുതിയ ബുഷ് ഇതിൽ കാണാം. മറ്റ് തകരാറൊന്നുമില്ല, മറ്റ് പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ട് വേറെ ഒന്നും ഇപ്പോൾ അതിൽ മാറ്റേണ്ടതായിട്ടില്ല. ഇതാണ് ഇതിൻ്റെ ഇപ്പോൾ 2 ബുഷും. അപ്പോൾ 2 ബുഷും കട്ടഞ്ഞു, വെറുതെ ക്രാക്കല്ല, ശരിക്കും ഫുള്ളായിട്ട് മുറിഞ്ഞിരിക്കുക തന്നെയാണത്. ഇത് വേർപെട്ട് പോന്നിട്ടില്ല എന്നുള്ളൂ. അതിൻ്റെ ഉള്ളിൽ നോക്കുമ്പോൾ ചെറുതൊരു ക്രാക്കായിട്ടേ കണ്ടുള്ളൂ, പക്ഷേ 2 കുറഞ്ഞിട്ടുണ്ട്. ഇത് പിന്നെ സെപ്പറേറ്റായി ഓടി കുഴി ചാടി സൗണ്ടൊക്കെ വന്നിരുന്നു. ഈ സൈഡ് സൗണ്ടൊന്നും വന്നില്ല, ഉള്ളിൽ തന്നെ നിൽക്കുകയാണ്, പക്ഷെ ഫുള്ളായിട്ട് കട്ടാണത്. അപ്പോൾ ഇതിപ്പോൾ എല്ലാം ഫിറ്റ് ചെയ്തു. നമ്മൾ ഈ കവറും എല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വെയിലും കൂടി അങ്ങ് ഫിറ്റ് ചെയ്താൽ വർക്ക് കംപ്ലീറ്റ്. നമുക്ക് വെയിലും കൂടെ ഫിറ്റ് ചെയ്യാം. നമ്മുടെ വർക്കെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. താങ്ക് യു.